ഏതെങ്കിലും ഒരു സെൻറ്റർ ചേർന്ന് കരുതി പ്രത്യേക അവർക്ക് അഡീഷണലായ നേട്ടം കിട്ടാറില്ല. ഈ 6 സ്ഥലത്തും ഞങ്ങൾ ഒരേ ഫെസിലിറ്റീസ്, ബിൽഡിംഗ് ഒഴികെ ബാക്കിയെല്ലാം സെയിമാണ്. ഒരു കുട്ടി ക്യാമ്പസിൽ പ്രവേശിക്കുന്ന മുതൽ അയാളെ IIT-ലോ എയിംസിലോ ചേർക്കുന്നോടം വരെ നീളുന്ന ഒരു പ്രവർത്തനം നയിക്കുന്നത് എല്ലാവരും, ഏറ്റവും താഴേക്കിടയുള്ള ജീവനക്കാർ മുതൽ പ്രൊഫസേഴ്സ് വരെ ഉൾപ്പെടുന്ന വലിയൊരു ഗ്രൂപ്പിൻ്റെ ആവേശമാണ്. അതാണ് ബ്രില്യൻ ടീം എന്ന് പറയുന്നത്. ആ പേരൻ്റ്, കുട്ടി, ഞങ്ങൾ മൂന്നും കൂടെ ചേരുമ്പോഴാണ് ഇത്രയും വലിയ റിസൾട്ട്. ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ലേണിംഗ് ആപ്പ് ഞങ്ങളുടേത് മാത്രമാണ്. അതും സൗജന്യമാണ്. അവർക്ക് നന്നായിട്ട് ഉപയോഗിക്കാമെങ്കിൽ എല്ലാം നല്ലതാണ്. ഓൺലൈനും നല്ലതാണ്, ഓഫ്ലൈനും നല്ലതാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ മെഡിക്കൽ റാങ്ക് എടുത്ത കുട്ടി ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്ത കുട്ടിയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്റ്റീഫൻ സാർ നമ്മളോട് പങ്കുവച്ചത് എൻട്രൻസ് മേഖലയിലേക്ക് കടന്നു വരേണ്ട ഈ ഒരു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യങ്ങൾ. ഇന്ന് നമുക്ക് അതിൻ്റെ തുടർച്ചയെന്നോണം ബാക്കി കാര്യങ്ങളും കൂടെ ചോദിച്ചറിയാം. എൻട്രൻസ് മേഖലയിലെ വൈവിധ്യങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് നിങ്ങളും രക്ഷിതാക്കളും എടുക്കേണ്ട തയ്യാറെടുപ്പുകളെക്കുറിച്ച്, ഇതിനെക്കുറിച്ചെല്ലാം ആധികാരികമായി സംസാരിക്കാനായിട്ട് സ്റ്റീഫൻ സാറ് നമ്മളോടൊപ്പം വീണ്ടും ചേരുന്നു. സാർ എപ്പോഴും ബ്രില്യൻ ടീം എന്ന് പറയാറുണ്ട്. സാർ ഇടയ്ക്കൊരു സംസാരം അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും ബ്രില്യൻ ടീം വർക്ക് എന്ന് സാറ് പറയാറുണ്ട്. സാർ ഈ ഘട്ടം ഘട്ടമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ടേം, അതനുസരിച്ച് ബാക്കിയുള്ളവരെയും കൂടെ അതനുസരിച്ച് കൂട്ടത്തിൽ നിർത്തുകയാണോ ചെയ്തത്? പ്രൊഫസേഴ്സ്, ബാക്കിയുള്ള ജൂനിയർ പ്രൊഫസേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, എന്താണ് ബ്രില്യൻ ടീം? യഥാർത്ഥത്തിൽ ഇപ്പോൾ ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്സുകളും ഇത്രമാത്രം റിസൾട്ട് ഉണ്ടാക്കുന്നത് ഞങ്ങൾ 4 പേരല്ല. ഇത് ഞങ്ങളുടെ കുടുംബമാണ്, ഞങ്ങളുടേതാണ് എന്ന ചിന്തിക്കുന്ന പ്രൊഫസേഴ്സും സപ്പോർട്ടിംഗ് സ്റ്റാഫും ക്ലാസ് ടീച്ചർമാരും ഉൾപ്പെടുന്ന വലിയൊരു നിര. അപ്പം ഞങ്ങളതിനകത്ത് ഒരു കണ്ണിയേ അല്ല. അവരാവേശമാണ്. റിസൾട്ട് വരുന്ന ദിവസം എന്നൊക്കെ പറഞ്ഞാൽ അവർ ഉറക്കളച്ചിരുന്ന് ഓരോ കുട്ടിയുടെയും വീട്ടിൽ വിളിച്ച് അഭിനന്ദിച്ച് അവരുടെ റിസൾട്ട് വാങ്ങിച്ചിട്ട് അവരാഘോഷിക്കുകയാണ്. അപ്പം ഒരു കുട്ടി ക്യാമ്പസിൽ പ്രവേശിക്കുന്ന മുതൽ അയാളെ IIT-ലോ എയിംസിലോ ചേർക്കുന്നോടം വരെ നീളുന്ന ഒരു പ്രവർത്തനം നയിക്കുന്നത് ഒരാളെ എടുത്തെടുത്ത് പറയാൻ പറ്റില്ല. ഞങ്ങൾ പുറകിലാണ്, ഞങ്ങളല്ല. അവരങ്ങ് കൊണ്ടുപോവുകയാണ് ഇവരെ. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ആവേശമാണ്. മറ്റൊരു ഗെയിം പോലെയാണ്. ക്രിക്കറ്റോ ഗെയിംസ് അല്ലെ അങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ പോലെ തന്നെ ഇന്നാരെന്ന് പറയാനില്ല, പ്രൊഫസർ എന്ന് പറയാനില്ല, എല്ലാവരും ഏറ്റവും താഴേക്കിടയുള്ള ജീവനക്കാർ മുതൽ പ്രൊഫസേഴ്സ് വരെ ഉൾപ്പെടുന്ന വലിയൊരു ഗ്രൂപ്പിൻ്റെ ആവേശമാണ്. അതാണ് ബ്രില്യൻ ടീം എന്ന് പറയുന്നത്. സാർ, പാലായെക്കുറിച്ച് പറയുമ്പോൾ 84 കാലഘട്ടങ്ങളിലൊക്കെ പാലായിൽ വരുമ്പോഴും അല്ലെങ്കിൽ 2000 സമയത്തൊക്കെ മുത്തോലിലോട്ട് വരുമ്പോഴും ഒക്കെയുള്ള ആ ഒരു പ്രദേശത്തിൻ്റെ വികസനവും യഥാർത്ഥത്തിൽ അതും ബ്രില്യൻറ്റുമായിട്ട് ചേർന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ 10,000-കണക്കിന് ആൾക്കാർ, 1000-ലധികം കുടുംബങ്ങൾ പരോക്ഷമായി ബ്രില്യൻറ്റ് കൊണ്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ സെൻറ്ററുകളിലുള്ള യഥാർത്ഥത്തിൽ ആ നാടിൻ്റെ ഒരു വികസനവും ബ്രില്യൻറ്റിലൂടെ തന്നെ നടപ്പാക്കപ്പെടുന്നില്ലേ? ശരിക്കും ഞങ്ങൾ വിചാരിക്കാത്ത ഒരു വികസനമാണ് പാലായ്ക്കും മുത്തോലിക്ക് കൊടുക്കാൻ സാധിച്ചത്. ഇപ്പം ശരിക്കും ബ്രില്യൻ ടീമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പാലാക്കാരുടെ ഒരു ആവേശമായിട്ട് മാറിയിരിക്കുകയാണ് ബ്രില്യൻറ്റ്. അപ്പം ഞങ്ങളിലൂടെ അവർക്ക് കിട്ടുന്ന സപ്പോർട്ട് ഒരിക്കലും അവരുടെ സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ വളരാൻ സാധിക്കില്ലായിരുന്നു. എന്തൊരു കാര്യം ഉണ്ടായാലും, എന്തൊരു വിഷയം ഉണ്ടായാലും, ഒരു പേരൻ്റ് വന്നിറങ്ങിയാൽ അയാൾ ബ്രില്യൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യാനോ അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്യാൻ തയ്യാറുള്ള നാട്ടുകാരുണ്ട്. അവരുടെ ഹോസ്റ്റലുകളാണ്. അവിടെങ്ങനെ ഒരു അപരിചിതൻ വന്നു നിന്നാൽ അവർ ചോദിക്കും എന്തിനിവിടെ വന്നു എന്ന് വരെ. കാരണം ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ സേഫ്റ്റി പോലും അവരുടെ ഉത്തരവാദിത്വം പോലെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പം ശരിയാണ്, ഇൻഡയറക്റ്റായിട്ട് ഒരുപാട് പേർക്ക്, ഒത്തിരി പേർക്ക് തൊഴിൽ നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾ അങ്ങനെ വിചാരിക്കാത്ത കാര്യമാണ്. പക്ഷേ അത് പാലായും മുത്തോലിയും ഞങ്ങളിലൂടെ ഒരുപാട് വളർന്നിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇന്ന് കേരളത്തിൽ എവിടെയൊക്കെയാണ് ബ്രില്യൻ്റ് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിന് ക്ലാസ് റൂം സെൻറ്ററുകളായിട്ടുള്ളത്? ശരിക്കും 6 സ്ഥലത്ത് നിങ്ങൾ തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട്, പാല, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, ഇപ്പോൾ പുതുതായിട്ട് ഞങ്ങൾ കണ്ണൂർ ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്, തലശ്ശേരിയിലെത്തിയിരിക്കുകയാണ്. അപ്പം അത് എല്ലാവരും ഇങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നതോടെ മുത്തോലി ശ്വാസം വിട്ടുന്നതോടെ ഞങ്ങൾക്ക് തോന്നുന്നു എല്ലാവരെയും. അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമല്ല
തിരുവനന്തപുരത്തും കണ്ണൂരും ഉള്ള ആൾക്കാർക്ക് എന്തിനാണ് പാലായിൽ വന്ന് ബുദ്ധിമുട്ടുന്നത്? ഏതെങ്കിലും ഒരു സെൻറ്റർ ചേർന്ന് കരുതി പ്രത്യേക അവർക്ക് അഡീഷണലായ നേട്ടം കിട്ടാറില്ല. ഈ 6 സ്ഥലത്തും ഞങ്ങൾ ഒരേ ഫെസിലിറ്റീസ്, ബിൽഡിംഗ് ഒഴികെ ബാക്കിയെല്ലാം സെയിമാണ്. എന്തെല്ലാം പാലായിൽ കൊടുക്കുന്നുണ്ടോ അതെല്ലാം കണ്ണൂരും ഉണ്ടാവും, തിരുവനന്തപുരത്തും ഉണ്ടാവും. അപ്പം തിരക്കൊഴിവാക്കാൻ വേണ്ടിയും അവരുടെ പേരൻസിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയും ഞങ്ങൾ ഇങ്ങനെ പലയിടത്താക്കിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാ സംവിധാനങ്ങളും, ഹോസ്റ്റലുകളും ലൈബ്രറി ഫെസിലിറ്റീസും മറ്റ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സകല സാധനങ്ങളും എല്ലാം എല്ലായിടത്തും ഉണ്ടാവും. അതുകൊണ്ട് മുത്തോലിയിലേക്ക് എല്ലാവരും കൂടെ വരേണ്ട ആവശ്യമില്ല. തീർച്ചയായും ധൈര്യമായിട്ട്, ഒരിക്കലും അത് ഞങ്ങളുടെ ഫ്രാഞ്ചൈസി അല്ല, ഞങ്ങൾ നേരിട്ട് ഞങ്ങൾ 4 പേരുടെ പ്രസൻസ് ഉണ്ടായിരിക്കും ഏതൊരു സെൻറ്ററിലും. സാർ, ഇതിനോടകം 31 കേരള മെഡിക്കൽ റാങ്കുകൾ. കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് മാത്രം നോക്കുകയാണെങ്കിൽ JEE അഡ്വാൻസ്ഡിൻ്റെ ഓൾ ഇന്ത്യ 3rd റാങ്ക്, എൻജിനീയറിങ്ങിൻ്റെയും മെഡിക്കലിൻ്റെയും കേരള റാങ്ക്, JEE മെയിൻ കേരള ടോപ്പർ, മെഡിക്കലിൽ ഓരോ കാറ്റഗറിയിലും നോക്കുകയാണെങ്കിൽ 1ാം റാങ്ക്, 13 ജില്ലകളിലെ 1ാം റാങ്ക്. യഥാർത്ഥത്തിൽ ഓരോ വിജയവും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഡയറക്ടേഴ്സ് പറയുമ്പോൾ എപ്പോഴും ഈ വിജയമെല്ലാം കുട്ടികളുടെ കഴിവ്, അവരുടെ രക്ഷിതാക്കളുടെ ഒരു മനോഭാവം എന്നൊക്കെ നമ്മൾ പറയും. അവർക്ക് ആ വിജയം കൊടുക്കുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു വിജയത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് അവകാശപ്പെടാനുള്ളത്? ഞങ്ങൾക്ക് ബ്രില്യൻ ടീം തന്നെ അത് ഒന്നാമതായിട്ട് അവകാശപ്പെടാൻ അവർക്ക് തന്നെയാണ്. എന്നാൽ നല്ല കുട്ടികൾ, ഒപ്പം അവരെ ഡയറക്റ്റ് ചെയ്യുന്ന, അവരെ സപ്പോർട്ട് ചെയ്യുന്ന പേരൻസ്. അപ്പം പേരൻസ് അവരുടെ മക്കൾക്ക് വേണ്ടി താമസം പോലും മാറുന്ന ഉദാഹരണം എടുക്കാറുണ്ട്. ഇപ്പം ഒരു കുമളിക്കാരനായ ഒരു പേരൻറ്റ് അയാളുടെ മക്കളെ, 2 മക്കളെ IIT എത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ താമസം തന്നെ കോട്ടയത്തേക്ക് മാറി താമസിച്ചിട്ടാണ്. അപ്പം അവർക്കറിയാം അതിൻ്റെ, അതായത് ഞങ്ങൾ മാത്രം, ബ്രില്യൻറ്റുകാർ മാത്രം നോക്കിയാൽ മക്കളെ എത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവരോട് ചേർന്ന് ആ പേരൻ്റ്, കുട്ടി, ഞങ്ങൾ 3 കൂടെ ചേരുമ്പോഴാണ് ഇത്രയും വലിയ റിസൾട്ട്. അപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ പറയാറുണ്ട് പേരൻസിൻ്റെ സപ്പോർട്ട്. അപ്പം കുട്ടിക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ അവരും ഉണ്ടാകണം കൂട്ടത്തിൽ. അപ്പം സിവിൽ സാർ സൂചിപ്പിച്ച് 31 1ാം റാങ്ക്. ആ 1ാം റാങ്കിന് ഞങ്ങൾ 3 പേരും അവകാശപ്പെട്ടവരാണ്. ബ്രില്യൻ്റ് പഠിച്ചുകൊണ്ട് മാത്രമല്ല, അവരുടെ മിടുക്കിയായ കുട്ടി ഞങ്ങളുടെ അടുത്ത് എത്തുകയും, ഒപ്പം പേരൻസ് വളരെ 1 2 പേരുടെ മാത്രമേ പേരൻസ് കാര്യമായിട്ട് ഒരുപാട് താല്പര്യം കാണിക്കുക. ബാക്കി എല്ലാവരും പേരൻസും അതുപോലെ ശരിക്കും ഡെഡിക്കേറ്റഡായിട്ട് പേരൻസ് പുറകിലുണ്ടായിട്ട് മാത്രമാണ് അവർ 1ാം റാങ്കിലേക്ക് എത്തിയത്. അപ്പം ഞങ്ങളൊരു നിമിത്തമായി എന്നോ. സാർ, +2വിന് ശേഷം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം, അത് മെഡിക്കൽ ആവാം, JEE മെയിൻ ആകാം, JEE അഡ്വാൻസ്ഡ് ആവാം, 1 വർഷം ബ്രില്യൻറ്റിൽ നിന്ന് പഠിക്കാൻ തയ്യാറെടുക്കുന്ന ആ കുട്ടികളുടെ രക്ഷിതാക്കളോട്, ഇപ്പോൾ സാറ് പറഞ്ഞു രക്ഷിതാക്കൾക്ക് ഇതിനകത്ത് വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ രക്ഷിതാക്കളോട് സാറിന് പറയാൻ, കാരണം ആ കുട്ടി കേപ്പബിൾ ആണോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വ തരത്തിൽ ആദ്യമുള്ളത് ആ രക്ഷിതാവിന് തന്നെയാണ്. ഇപ്പം സാമ്പത്തികമായിട്ടുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു, എങ്കിൽ പോലും എന്താണ് ആ രക്ഷിതാക്കൾ ശ്രദ്ധിക്കാനുള്ളത്? ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, മെറിറ്റ് ഇല്ലാത്ത ഒരാൾ വന്നിട്ട് കാര്യമില്ല. അതായത് ഒന്ന്, +2 റിസൾട്ട് വന്നു കഴിയുമ്പോൾ ആ കുട്ടിയുടെ മാർക്ക് നിങ്ങൾ നോക്കണം. മൊത്തം മാർക്ക് നോക്കണ്ട, സയൻസ് സ്ട്രീമിൽ അയാൾക്ക് എങ്ങനെ മാർക്കുണ്ട്. 2, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടാകണം. മത്സരമാണ്, കുറച്ച് ടെൻഷനുണ്ടാകാം. അപ്പം അത് ഒപ്പം മത്സരിക്കാൻ സാധിക്കുന്നവരും, ഞങ്ങളുടെ ഫെസിലിറ്റീസ് എല്ലാം ഇതിൽ സപ്പോർട്ടിംഗ് ആണ്. എങ്കിൽ പോലും ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് അല്പം താന്നുപോയി എന്ന് കരുതി അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യപ്പെടരുത്. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരിക്കാം, എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ തീർച്ചയായും ഞങ്ങൾ പഠിക്കുന്നവർന്നോ പഠിക്കാത്തവർന്നോ ഞങ്ങൾക്കൊരു വേർതിരിവേ ഇല്ല. ഞങ്ങളുടെ ബാച്ചുകൾ ഒരിക്കലും അങ്ങനെ വേർതിരിക്കുന്നേ ഇല്ല. മറ്റ് പലയിടത്തും A+ ബാച്ചെന്നോ B+ അങ്ങനെ ഒന്നും സംഭവമില്ല. വരുന്ന കുട്ടികളെ ഞങ്ങൾ റാൻഡം ബാച്ചുകളാക്കി ഫോം ചെയ്യുന്നു. പിന്നെ പരീക്ഷകളിലൂടെ അവർ മുന്നോട്ട് കയറി വരുന്നു. അതായത് പരീക്ഷ വരുമ്പോൾ A+ ഗ്രേഡൊക്കെ ഉണ്ടാവും. അത് അവരുടെ പെർഫോമൻസ് ബേസ്ഡാണ്. അല്ല ഒരിക്കലും സൂപ്പർ ബാച്ചെന്നോ അങ്ങനെ സാധനമേ ഇല്ല. എല്ലാവരും ഒരുപോലെ തന്നെ, എല്ലാവർക്കും ഒരേപോലെ ഫെസിലിറ്റീസ് കൊടുക്കുന്നു. +2ന് 100% മാർക്ക് ഉണ്ടെന്ന് കരുതി അയാൾ എൻട്രൻസ് കിട്ടണമെന്നുമില്ല. കിട്ടാം. അയാളുടെ വർക്ക് കൊടുക്കുന്ന ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഹോസ്റ്റലുകൾ, ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ, ബാക്കി എക്സ്ട്രാ സ്റ്റഡി മെറ്റീരിയലുകൾ കൊടുക്കുന്ന
ഇ ലേണിംഗ് ആപ്പും അങ്ങനെ ഇലക്ട്രോണിക് ഡിവൈസുകൾ കൂടെ ഈവൻ ഞങ്ങളിപ്പം കുട്ടികൾക്ക് ടാബ് വരെ ഞങ്ങളുടെ കോഴ്സിൻ്റെ പാർട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് പുരോഗമിച്ച കാലമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇൻ്റർനെറ്റിൽ നിന്നും അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. ഡൈവേർഷൻ ഉണ്ടാകാം, പക്ഷേ ഡൈവേർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വേണ്ട സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ടാബൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പം അത് അമിതമായിട്ട് സോഷ്യൽ മീഡിയയായിട്ട് അത് പോകുകയില്ല. എന്നാൽ അതിൻ്റെ നല്ല വശങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുമുണ്ട്. എന്നാൽ പേരൻസിൻ്റെ ഒരു സപ്പോർട്ട്, പേരൻസ് എല്ലാ കാര്യങ്ങളും അവർ ശരിക്കും പിന്നെ പ്രാർത്ഥനകളിലൂടെയും മറ്റു രീതിയിലുള്ള സപ്പോർട്ട്, സാമ്പത്തികമായ സപ്പോർട്ടല്ല, അല്ലാത്ത സപ്പോർട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അവരെ ഈ ലൈനിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. സാറേ, അടുത്ത വർഷത്തെ റിപ്പീറ്റേഴ്സിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം ഞങ്ങൾ കണ്ടു, ഓരോ ഗ്രൂപ്പിൻ്റെയും ഓരോ സബ്ജക്റ്റിൻ്റെയും വർക്ക്ഷോപ്പുകൾ കണ്ടു. സ്റ്റഡി മെറ്റീരിയൽ, ബ്രില്യൻറ്റിൻ്റെ സ്വന്തമായിട്ടൊരു സ്റ്റഡി മെറ്റീരിയലിനെ കുറിച്ച് എല്ലാ കുട്ടികളും ഇപ്പം ഞങ്ങൾ മെഡിക്കൽ കോളേജുകൾ വിസിറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ ആ കുട്ടികൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച്. എങ്ങനെയാണ് ഇത്രയും നല്ലൊരു ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള മെഡിക്കലിൻ്റെയും എഞ്ചിനീയറിങ്ങിൻ്റെയും ഈ ഒരു പരിശീലന പദ്ധതിയിലെ ഇത്രയും നല്ലൊരു മെറ്റീരിയൽ സ്വന്തമായിട്ട് എത്താൻ പറ്റിയ ആ ഒരു മേഖല എങ്ങനെ നമുക്ക് ഇത്രയും പെട്ടെന്ന് അതിലോട്ട് എത്താൻ സാധിച്ചു? ശരിക്കും ഞങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഓരോ വർഷവും ഉണ്ടാക്കുന്നത് തന്നെയാണ്. അല്ലാതെ 34 വർഷമോ അല്ലെ 10 വർഷം മുമ്പോ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാധനം എടുത്ത് വീണ്ടും ഉപയോഗിക്കുകയല്ല. ഞങ്ങളുടെ ടീം അംഗങ്ങൾ, അപ്പം ഈ വർഷത്തെ ആണെങ്കിൽ ഞങ്ങൾ ക്ലാസ്സുകൾ തുടങ്ങാൻ പോകുന്നത് ജൂണിൽ ആരംഭിക്കാൻ പോകുന്നെങ്കിൽ ഞങ്ങൾ മാർച്ച് മാസം തന്നെ സബ്ജക്റ്റ് വൈസ് വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ചിട്ട് ഏറ്റവും ലേറ്റസ്റ്റായ ആദ്യം ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനുള്ള വെച്ച് എല്ലാവരും കൂടെ മാത്തമാറ്റിക്സ് ആണെങ്കിൽ മാത്തമാറ്റിക്സ് ടീച്ചർമാർ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് JEE മെയിൻസിന് ക്വസ്റ്റ്യൻ വരുന്നത്, അഡ്വാൻസിൽ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അവരാദ്യം പഠിക്കട്ടെ. എന്നിട്ട് കൂട്ടായിട്ട് ഓരോ ചാപ്റ്ററും എടുത്ത് അവർ ഡിസ്കസ് ചെയ്ത് ആർഗ്യൂ ചെയ്ത് അതിൻ്റെ കറക്ഷൻസ് വരുത്തി ഏറ്റവും നല്ല രീതിയിൽ അത് ഓരോ വർഷവും വീണ്ടും ഉണ്ടാക്കുകയാണ്. അതായത് മാറുന്ന പാറ്റേൺ അനുസരിച്ച്. അപ്പോൾ പ്രത്യേകിച്ച് IIT ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും മുൻകൂട്ടി കാണാവുന്ന രീതിയിലുള്ള പാറ്റേൺ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാറുന്ന പാറ്റേൺ അനുസരിച്ച് ഞങ്ങളുടെ മെറ്റീരിയൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു തീർച്ചയായും ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഞങ്ങളുടെ വിജയത്തിൻ്റെ ഒരു പ്രധാന ഘടകം ഞങ്ങളുടെ മെറ്റീരിയലുകൾ തന്നെയാണ്. അപ്പം ഒരു കുട്ടി ഇവിടെ വന്നാൽ അയാൾക്ക് എൻട്രൻസിന് വേണ്ട സകല മെറ്റീരിയൽ ഞങ്ങളുടെ തന്നെ ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽ തന്നെ അവർക്ക് ധാരാളം അവർക്ക് ഉപയോഗിക്കാവുന്നതിനപ്പുറത്ത് മെറ്റീരിയലുകൾ, സ്റ്റഡി മെറ്റീരിയലുകൾ, അഡീഷണൽ മെറ്റീരിയലുകൾ, ഏറ്റവും ലേറ്റസ്റ്റായിട്ട് 3 വർഷം ഞങ്ങളുടെ ഇ ലേണിംഗ് ആപ്പ് ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഇ ലേണിംഗ് ആപ്പ് ഞങ്ങളുടേത് മാത്രമാണ്. അതും സൗജന്യമാണ് അവർക്ക്. ഇവിടെ ചേരുന്ന കുട്ടിക്ക് ഏത് കോഴ്സ് ചേർന്നാലും ഏറ്റവും 1 മന്ത് ചേർന്ന കുട്ടിക്ക് മുതൽ 1 ഇയറോ 2 ഇയർ ചേർന്ന കുട്ടിക്ക് വരെ ഇ ലേണിംഗ് ആപ്പ് ഞങ്ങളുടെ കോഴ്സിൻ്റെ പാർട്ടാണ്. അതിനകത്ത് ഏറ്റവും മോഡേണായ ടെക്നോളജികൾ തന്നെ ഉപയോഗിച്ച് ആനിമേഷനുകളും ഒക്കെ ഉൾപ്പെടെയുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുള്ള ക്ലാസ്സസും വീഡിയോസും ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല ക്ലാസ്സസ് ഞങ്ങളതിനകത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇത് ഓരോ വർഷവും വീണ്ടും ഞങ്ങളുടെ ടീം വീണ്ടും ചിന്തിക്കുകയാണ് എന്ത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ 34 വർഷം മുമ്പ് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു 100 ഇരട്ടി അഡ്വാൻസ് ചെയ്തിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ. കാരണം അത് ഞങ്ങളുടെ ബ്രില്യൻ ടീമാണ്. അതിനെപ്പറ്റി ഞങ്ങളല്ല, ബ്രില്യൻ ടീമിലെ അംഗങ്ങൾ അവർക്ക് തോന്നുന്ന നല്ല ആശയങ്ങൾ ഞങ്ങൾക്ക് അവതരിപ്പിക്കുന്നു. കൂട്ടായ ചർച്ചയിലൂടെ നല്ലതെങ്കിൽ സ്വീകരിക്കുന്നു. ചിലപ്പോൾ ചില പേരൻ്റ് ആയിരിക്കാം പറയുന്നത് ഇങ്ങനെ ആയാൽ നല്ലതാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അത് ചിലവ് നോക്കാറില്ല. അത് കോഴ്സിനും നല്ലതാണോ തീർച്ചയായും. ഈ ലേണിംഗ് ആപ്പ് കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് നേരത്തെ ഇല്ലായിരുന്നു, ഞങ്ങളത് ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ അത് ഏറ്റവും ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ട് ഞങ്ങൾ മാറിയിരിക്കുന്നത്. സാറേ, ഹോസ്റ്റൽ ഫെസിലിറ്റി എനിക്ക് തോന്നുന്നു 12ാം ക്ലാസ് വരെ ഭൂരിഭാഗം കുട്ടികളും പേരൻസിൻ്റെ അടുത്തുനിന്ന് പോയി വരുന്ന ഒരു രീതി തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. +2-ന് ശേഷം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ബ്രില്യൻറ്റിൻ്റെ ഒരു ഹോസ്റ്റലിൽ നിന്നാണ് അവരുടെ ഒരു ജീവിതം, ഈ ഹോസ്റ്റൽ ജീവിതം ആരംഭിക്കുന്നത്. ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജും തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒക്കെ മെഡിക്കൽ കോളേജുകളിൽ ചെന്നപ്പം ആ കുട്ടികൾ ഏറ്റവും അധികം അവർക്ക് വാതോരാതെ പറയാനുണ്ടായിരുന്ന ഏറ്റവും കാര്യം ഫാക്കൽറ്റീസിനെ കുറിച്ചും ഡയറക്ടേഴ്സിനെ കുറിച്ചും, മറ്റൊന്ന് നമ്മളുടെ ഹോസ്റ്റൽ ഫെസിലിറ്റിയെക്കുറിച്ചാണ് അവർക്ക് ഏറ്റവും അധികം പറയാനുണ്ടായിരുന്നത്. ഇനി അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പുകൾ എനിക്ക് തോന്നുന്നു 2 ലക്ഷം സ്ക്വയർ ഫീറ്റിന്
യൂണിറ്റിന് മുകളിൽ തന്നെ ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് തന്നെ ആയിരക്കണക്കിന് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും സെപ്പറേറ്റ് താമസിപ്പിക്കാനുള്ളൊരു ഹോസ്റ്റൽ ഫെസിലിറ്റി നമുക്കുണ്ട്. അപ്പം അടുത്ത വർഷത്തെ ആ കുട്ടികൾക്കായിട്ട് നമ്മുടെ എല്ലാ സെൻറ്ററുകളിലും ഒരുക്കിയിരിക്കുന്ന ഹോസ്റ്റൽ സംവിധാനം അത് എങ്ങനെ നമുക്ക് അവരെ പരിചയപ്പെടുത്താൻ സാധിക്കും? ശരിക്കും ഞങ്ങളുടെ റിസൾട്ടിൻ്റെ ഒരു പ്രധാന ഘടകം ഞങ്ങളുടെ ഹോസ്റ്റൽ സംവിധാനങ്ങൾ തന്നെയാണ്. ഞങ്ങൾക്ക് ഈ 6 സ്ഥലം എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ ഞങ്ങളുടെ ഡയറക്റ്റ് കൺട്രോളിലുള്ള ഹോസ്റ്റലുകൾ. അതൊരിക്കലും ഒരു കുട്ടിക്കൊരു വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതായ ഒരു ഫീലിംഗ് തോന്നാറേയില്ല. കാരണം അവിടെ ഞങ്ങളുടെ ടീച്ചേഴ്സ്, ഞങ്ങളുടെ ബുല്ലൻ ടീമിലെ അംഗങ്ങൾ അവിടെ ഉണ്ട്. ഗേൾസിൻ്റെ ഹോസ്റ്റലാണെങ്കിൽ അവർക്ക് ഒരു 40 പേർക്ക് ഒരു ടീച്ചർ വെച്ച് അവിടെ ഉണ്ടാവും. ബോയ്സിനാണെങ്കിൽ അത് തന്നെ. അപ്പം അവിടെ കൊടുക്കുന്ന ഭക്ഷണം, അപ്പം ഈവൻ ഞങ്ങൾ പണ്ട് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് പുറകോട്ട് പോകുമായിരുന്നെങ്കിൽ ഞങ്ങൾ ബില്ലിൻ്റെ ഹോസ്റ്റൽ, സ്വകാര്യ ഹോസ്റ്റൽ എന്നൊരു വേർതിരിവുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി. എല്ലാം ബില്ലിൻ്റെ ഹോസ്റ്റൽ തന്നെ. 2 പേരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബില്യൻ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ ആൻഡ് ബില്യൻ കൺട്രോൾഡ് ഹോസ്റ്റൽ. അവിടെ ഞങ്ങളുടെ ടീച്ചേഴ്സ് ഉള്ളത് കൺട്രോൾഡ് ഹോസ്റ്റലാവുന്നു, സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ അല്ലാത്തത്. പക്ഷേ അവിടെ കൊടുക്കുന്ന ഫുഡ് പോലും കോമൺ മെനുവാണ്. ഫീസ് മേടിക്കുന്നതും ഒരുപോലെയാണ്. ഒരു മിനിമം ഇത്ര ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ അവരെക്കൂടെ കൂട്ടി, അവരെക്കൂടെ വിശ്വാസമെടുത്തിട്ട് ഹോസ്റ്റൽ ഉടമകളെയും വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങളും കൂടി ഇരുന്നിട്ട് അവർക്ക് ഇത്ര ഫെസിലിറ്റീസ്. ഒരു കുട്ടിക്ക് വന്നാൽ ഇതൊരു ഹോസ്റ്റലാണെന്നൊരു ഫീലിംഗ് ഉണ്ടാകില്ല. കാരണം അവിടെ ഞങ്ങളുടെ ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ പോലും ആ പ്രൈവറ്റ് ഹോസ്റ്റൽ ഉടമയാണെങ്കിൽ പോലും അവർക്ക് എങ്ങനെ ഈ കുട്ടികളെ അവരുടെ മക്കളെ കാണുന്ന പോലെ, മക്കളെ വളർത്തുന്ന പോലെ എങ്ങനെ കുട്ടികളെ വളർത്തണമെന്ന്, അല്ലെങ്കിൽ എന്തെല്ലാം കൊടുക്കണമെന്ന് അവർക്കറിയാം. ഒരിക്കലും അവർ പോലും അത് ബിസിനസ്സായിട്ട് എടുക്കുന്നില്ല. എന്നാൽ അവർക്ക് ലാഭം ഉണ്ടാകുന്നുമുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു സിസ്റ്റമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഹോസ്റ്റലുകൾ. എല്ലായിടത്തും ലൈബ്രറിയും റെഫറൻസ് സംവിധാനമൊക്കെ ഹോസ്റ്റലുകളിൽ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുമോ? ഞങ്ങളുടെ ഹോസ്റ്റലുകളിൽ, പ്രത്യേകിച്ച് ബില്ലറ്റിൻ്റെ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലുകളിൽ ഞങ്ങൾ ലൈബ്രറി പോലും, ഞങ്ങളുടെ ക്യാമ്പസിൽ എല്ലാ ക്യാമ്പസിലും ലൈബ്രറി ഉണ്ട്. എന്നാൽ പോലും ഒരു കൊച്ചിന് രാത്രിയിൽ തോന്നുകയാണ് ഒരു ബുക്ക് റെഫർ ചെയ്യണമെന്ന് തോന്നിയാൽ അവർക്ക് ക്യാമ്പസിൽ വരേണ്ട ആവശ്യമില്ല. എല്ലാ ഹോസ്റ്റലിലും ഞങ്ങൾ അവർ ഇപ്പോൾ 50 പേരുണ്ടെങ്കിൽ 50 പേർക്ക് ഉപയോഗിക്കാൻ മാത്രമുള്ള ബുക്സ് അവിടെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കും. അപ്പോൾ അവർക്ക് അടുത്ത് ഉപയോഗിക്കാം, തിരിച്ചു വെക്കാം. അതുപോലെ തന്നെ അവരെ ഉറങ്ങുന്ന കാര്യത്തിൽ അവരെ ഡയറക്റ്റ് ചെയ്യാൻ, കോമണായിട്ട് ബെല്ലടിച്ച് ഏൽപ്പിക്കൊന്നുമില്ലെങ്കിൽ പോലും വേണ്ട ഡയറക്ഷൻസ്. ഈവൻ ഹോസ്റ്റലുകളിൽ ഞങ്ങൾ ഡയറക്ടേഴ്സ് ഓരോ സെൻറ്ററിലെയും, ഇപ്പം പാലായിലാണെങ്കിൽ ഹോസ്റ്റലുകൾ ഞങ്ങൾ 4 ഡയറക്ടർമാർ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ അവിടെ ചെല്ലും. മാസം ഒരു ദിവസം ചെന്നിട്ട് കുട്ടികളെ വിളിച്ചു കൂട്ടി പറയും എങ്ങനെ പഠിക്കണം, എങ്ങനെ ഉപയോഗിക്കണം. നമ്മൾക്കിങ്ങനെ എന്ത് പരാതി ഉണ്ടെങ്കിലും, ഏതെങ്കിലും ഫുഡ് സംബന്ധിച്ചോ എന്തുണ്ടെങ്കിലും അവർക്ക് ഞങ്ങളുടെ ടീച്ചേഴ്സിന് പറയാം. ഞങ്ങൾ ഡയറക്ടേഴ്സ് ഈസിലി അപ്രോച്ചബിളാണ്. ഒരിക്കലും ഇടയ്ക്കൊരു മീഡിയേറ്റർ ഇല്ല. ഒരു കുട്ടിക്കൊരു അല്ലെങ്കിൽ ഒരു പേരൻറ്റിന് ഒരു പരാതിയുണ്ട്, ഒരു ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കാണാൻ പറ്റും. ഞങ്ങൾ അവൈലബിൾ ആണോ, നേരെ കയറി വരാം, അവർക്ക് പറയാം, നല്ല സജഷൻസ് പറയാം, പോരായ്മയുണ്ട് ചൂണ്ടിക്കാണിക്കാം, അത് കറക്റ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. എൻട്രൻസ് പരിശീലനം എന്ന് പറയുന്നത് നമുക്കറിയാം, പരീക്ഷകൾ എഴുതി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ വീക്ക്ലി എക്സാം ആണെങ്കിലും മോഡൽ എക്സാം ആണെങ്കിലും റിസൾട്ടിനും അതിൻ്റെ അനാലിസിസിനും കൊടുക്കുന്നൊരു പ്രാധാന്യം ഞാൻ പണ്ട് മുതലേ ഒത്തിരി അതിശയത്തോടെ നോക്കിയിരുന്നുണ്ട്. ഒരു പരീക്ഷ നടന്നോ, പണ്ട് നമ്മൾ ഈ OMR ഒന്നും ഇല്ലായിരുന്ന കാലഘട്ടത്തിലാണെങ്കിൽ മാനുവലായിട്ടാണ് നോക്കി എത്രയും പെട്ടെന്ന് റിസൾട്ട് അവരിലോട്ട് എത്തിക്കാനും അത് പേരൻസിലോട്ട് എത്തിക്കാനുമുള്ള ഒരു ഇൻട്രാക്ഷൻ വളരെ കൂടുതലായി ഞാൻ കാണുന്നുണ്ട്. ഈ റിസൾട്ട് എക്സാം ഓറിയൻറ്റഡ് തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഈ ഒരു വിജയത്തിൻ്റെ ചെറിയൊരു അളവിലെങ്കിലും ഈ ഒരു വിജയത്തിൻ്റെ ഒരു അംശം? ചെറിയ അളവല്ല, നല്ല അളവിൽ തന്നെ എക്സാം തന്നെയാണ്. ഞങ്ങളൊരു പരീക്ഷ നടത്തിയാൽ എത്ര പെട്ടെന്ന് പേരൻറ്റിലേക്ക് ആ റിസൾട്ട് എത്തിക്കാവോ. അപ്പോൾ അത് ശിവസാ സൂചിപ്പിച്ചത് അങ്ങനെ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ മാനുവലായിട്ടാണ് പരീക്ഷ വാല്യൂ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് OMR മെഷീനൊക്കെ ഉപയോഗിച്ചാണെങ്കിൽ പോലും ഇപ്പം ഇന്നലെ നടന്ന പരീക്ഷ 15,000 പേരെഴുതിയെങ്കിൽ 5 മണിക്ക് തീർന്ന പരീക്ഷ 8 മണി ആയപ്പോൾ കേരളം ഒട്ടാകെ അല്ലെങ്കിൽ ലോകം ഒട്ടാകെ ആ റിസൾട്ട് ഞങ്ങൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് ഓൺലൈനായിട്ട് ഞങ്ങൾ ഡയറക്ടേഴ്സ് 4 പേരും ഞങ്ങളുടെ കീഴിലുള്ള ബാച്ചുകളുടെ റിസൾട്ട് അനൗൺസ് ചെയ്ത് പേരൻസ് വളരെ താല്പര്യത്തോടെ നോക്കിയിരിക്കുകയാണ്. ഇപ്പം നേരത്തെ ഒരു പേരൻ്റ് ഒരു മീറ്റിംഗ് പറഞ്ഞാണ്, അത് അന്ന് ഞങ്ങൾ വീക്ക്ലി എക്സാം നടക്കുമ്പോൾ 5 മണിക്ക് 4 മണി ആകുമ്പോഴത്തേക്കും മെസ്സേജ് വരും. ഒരു 5 മണിക്ക് എമർജൻസി ഡയറക്ടർ വലിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിലുള്ള മീറ്റിംഗ് നടക്കുമ്പോൾ 5 മണി ആയപ്പോൾ പലരും മേശയ്ക്കടിയിൽ മൊബൈൽ എടുത്ത് നോക്കുകയാണ് മക്കളുടെ റിസൾട്ട്.
അപ്പോൾ അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് 5 മണിയാകുമ്പോൾ എൻ്റെ കൊച്ചിൻ്റെ റിസൾട്ട് വരുമല്ലോ, അവൻ A+ ഉണ്ടോ, റാങ്ക് ഉണ്ടോ. അപ്പം മത്സരിപ്പിച്ച് ഇത്തരം ആകാംക്ഷയോടെ ഇരിക്കുന്ന പേരൻസ് അവർക്ക് ഒരിക്കൽ പോലും നാളെ എന്ന് പറയാറില്ല. ഒരു പരീക്ഷ നടത്തിയോ ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂറിനകം എത്ര നമ്പർ ഉണ്ടെങ്കിലും ആ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഈവൻ ഇപ്പോൾ ഓൺലൈൻ ആയപ്പോഴത്തേക്കും അവരുടെ പറ്റുമെങ്കിൽ അവരുടെ മക്കളെ അവിടെ കൊണ്ടുവന്ന് സ്ക്രീനിൻ്റെ മുന്നേ നിർത്തി, ക്യാമറയുടെ മുന്നേ നിർത്തി സമ്മാനം കൊടുത്ത് അവർ പേരൻസിന് ഇത്രയും വലിയ സന്തോഷമില്ല. കാരണം അവർ 1ാം റാങ്ക് മേടിക്കുന്നത് ലോകം മുഴുവൻ കാണുകയാണ്. ഇന്ന് നടന്ന പരീക്ഷ ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ ഗോൾഡ് മെഡലോ ക്യാഷ് പ്രൈസോ വാങ്ങിക്കുന്നത് സ്ക്രീനിൽ കാണുകയാണ്. അപ്പോൾ പേരൻസിനോട് ചോദിക്കുക, ഇങ്ങനെ എന്ത് പറയുന്നു, മക്കൾ എന്തെങ്കിലും പറയാറുണ്ടോ? അപ്പോൾ അവിടെ ആ മോനെ എന്ന് വിളിച്ചിട്ടുള്ള അവിടെ ആ സന്തോഷം, അത് തീർച്ചയായും ഞങ്ങൾക്കൊരു ഭയങ്കര ആവേശമാണിത്. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഫെസിലിറ്റി കൂടിയപ്പോൾ ആ കുട്ടികളെ അന്ന് എഴുതിയ OMR അവരുടെ ലേണിംഗ് ആപ്പിൽ കാണാം, റെസ്പോൺസ് കാണാം, ശരി തെറ്റുകളൊക്കെ അവർക്ക് അന്ന് തന്നെ വിശകലനം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു കാര്യം തന്നെയാണത്. പണ്ടത് ഞങ്ങൾ മാനുവലായിട്ട് ചെയ്തപ്പോൾ അതേ മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് OMR മെഷീൻ വെച്ച് വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഏതെല്ലാം തെറ്റി, ഏതെല്ലാം അൺഅറ്റംപ്റ്റ് എത്രയാണ്, ഏതെല്ലാം അറ്റംപ്റ്റ് ചെയ്തു, ഇതെല്ലാ വിവരങ്ങളും 2-3 മണിക്കൂറിനകത്ത് ആ കുട്ടിയുടെ ഹോം പേജിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പേരൻറ്റും കാണാം, കുട്ടിക്കും കാണാം. അത് വീട്ടിലിരിക്കുന്ന ഓൺലൈൻ പരീക്ഷ എഴുതുന്ന അമേരിക്കയിലോ അല്ലെങ്കിൽ ഗൾഫിലോ ഉള്ളൊരു കുട്ടിക്ക് പോലും 3 മണിക്കൂർ കഴിയുമ്പോൾ അവൻ്റെ തെറ്റ് ഏതൊക്കെയാണെന്ന് കണ്ടറിഞ്ഞിട്ട് അതിനുള്ള കറക്ഷനിലേക്ക് കടക്കാൻ പറ്റുകയാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ടെക്നോളജി, ഞങ്ങളുടെ ബ്രില്യൻ്റ് ടീമങ്ങൾ ഉണ്ടാക്കുന്ന ഡെവലപ്മെൻറ്റ്സാണ്. അപ്പം അതൊന്നും കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു. അത് ഈ വർഷം വന്നപ്പോഴേക്കും അവർ ചിന്തിക്കുകയാണ് ഇതെങ്ങനെ അവരിലേക്ക് വേഗത്തിൽ എത്തിക്കാൻ സാധിക്കും. വിക്ടറി ഡേ സെലിബ്രേഷൻ, എനിക്ക് തോന്നുന്നു ഓരോ എൻട്രൻസിൻ്റെയും റിസൾട്ട് വരുമ്പോൾ സാറിപ്പം മാതാപിതാക്കളുടെയും കുട്ടികളുടെയും ഒക്കെ പറയുന്നു, അവർക്കൊരു വലിയൊരു അഭിമാനമാണ് തങ്ങളുടെ കുട്ടികൾ അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത്. അതുപോലെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. ഇത് അടുത്ത വർഷത്തിനൊരു പ്രചോദനമാകുക എന്നുള്ള ഉദ്ദേശം തന്നെയാണോ? എന്താണ് ഇത്രയധികം സമ്മാനങ്ങളും അവാർഡുകളും എൻട്രൻസിന് ശേഷം, എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഇത്രയധികം ഒരു പ്രചോദനമാകാനായിട്ട് നൽകുന്നതാണോ? കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ പോലും ഇപ്പോഴേ അവർ ചിന്തിക്കുകയാണ് ബ്രില്യൻ വിക്ടറി ഡേക്ക് സ്റ്റേജിൽ കയറി എനിക്ക് സമ്മാനം മേടിക്കണേ, അങ്ങനെ സ്വപ്നം, ഒരു സ്റ്റേജിൽ കയറി എനിക്കൊരു ഗോൾഡ് മെഡൽ മേടിക്കാൻ പറ്റണേ എന്നാഗ്രഹിച്ചുകൊണ്ട് ജോലി, അതായത് MBBS കിട്ടണമെന്നല്ല, ആ ഗ്രാൻഡ് ഫംഗ്ഷനിൽ എനിക്ക് സ്റ്റേജിൽ കയറാൻ പറ്റണേ, അവിടെ വെച്ചൊരു ഗോൾഡ് മെഡൽ മേടിക്കാൻ പറ്റണേ എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളും പേരൻസും. ഞങ്ങളുടെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ബ്രില്യൻ വിക്ടറി ഡേ എന്ന് പറഞ്ഞാൽ വലിയൊരു ഭയങ്കര ഗ്രാൻഡ് ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷമൊക്കെ ഏതാണ്ട് 1000-ലധികം കുട്ടികൾക്ക് അവിടെ വെച്ച് ഒരു 4 മണിക്കൂറിനകത്ത് സ്റ്റേജിൽ കയറ്റി സമ്മാനം കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു ആവേശം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഗ്രാമത്തിൻ്റെ ആവേശമായിട്ട് മാറിയിരിക്കുകയാണ്. കാത്തിരിക്കുകയാണ് ബ്രില്യൻ വിക്ടറി ഡേക്ക് വേണ്ടി. അത് തീർച്ചയായും അതുകൂടെ ചേരുന്നതാണ് ഞങ്ങളുടെ റിസൾട്ട്. സാർ, ഇപ്പം നമുക്ക് മാറിയ കാലഘട്ടത്തിൽ ക്ലാസ് റൂം സെൻറ്ററുകളുണ്ട്. നമ്മളിപ്പോൾ 7ഓളം ക്ലാസ് റൂം സെൻറ്ററുകളുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതേ ഫെസിലിറ്റിയുള്ള ഓൺലൈൻ പഠന സൗകര്യങ്ങളും ഇന്ന് ബ്രില്യൻറ്റിൻ്റേതായിട്ടുണ്ട്. ഒരു പേരൻ്റ് അല്ലെങ്കിൽ ഒരു കുട്ടി ഇതിലേത് തിരഞ്ഞെടുക്കണമെന്ന് പറയുമ്പോൾ സാറിൻ്റെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ ഓൺലൈൻ്റെ സംവിധാനങ്ങൾ വന്നിട്ട് കുറച്ച് സമയമായിട്ടുള്ളെങ്കിൽ പോലും ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, എൻട്രൻസിൻ്റെ മേഖലയിൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ ക്ലാസ് റൂം ഫെസിലിറ്റിക്ക് ഒരു പരിഗണന കൂടുതൽ കൊടുക്കേണ്ടതായിട്ടുണ്ടോ എന്ന് ഞാൻ പറയില്ല. നന്നായിട്ട് ഉപയോഗിക്കാമെങ്കിൽ എല്ലാം നല്ലതാണ്. ഓൺലൈനും നല്ലതാണ്, ഓഫ്ലൈനും നല്ലതാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ മെഡിക്കൽ റാങ്ക് എടുത്ത കുട്ടി ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്ത കുട്ടിയാണ്. അപ്പം പലരും പറയുന്നു ഓൺലൈൻ ക്ലാസ്സുകൾ കുട്ടികളെ ഡൈവേർട്ട് ചെയ്ത് മാറ്റും. ശരിയാണ്, ഡൈവേർഷൻ നടക്കുന്നുണ്ട്. ഒരു 20% ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഓൺലൈൻ അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. വീടിൻ്റെ കംഫർട്ടിൽ ഇരുന്നു കൊണ്ട് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ശരിക്കും നല്ലപോലെ ഒരു ഗൈഡിങ് ആയിട്ടുണ്ടെങ്കിൽ, അവരെ നോക്കുന്നുണ്ടെങ്കിൽ, അവരെ ഡൈവേർട്ട് ചെയ്യാതെ നോക്കുന്നുണ്ടെങ്കിൽ, ഒരു റാങ്ക് കിട്ടിയൊരു കുട്ടി പറയുകയാണ്, കോവിഡ് കാലത്താണ് ആ കുട്ടി പറയുന്നത്, 2ാം റാങ്ക് കിട്ടി, കേരള എൻട്രൻസ് 2ാം റാങ്ക് കിട്ടി പറയുകയാണ്, എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു, എൻ്റെ മെൻറ്ററായിരുന്നു. അപ്പം അത് ആ പേരൻറ്റിൻ്റെ ആ താല്പര്യം, ആ മകന് വേണ്ടി അവരുടെ സമയം മാറ്റി വെച്ചു. അപ്പം എനിക്കറിയാം കുട്ടികളുടെ ടൈം ടേബിൾ അനുസരിച്ച് ഉറക്കം പോലും ക്രമീകരിച്ച പേരൻസ്, അതായത് ഒരുപക്ഷെ കുട്ടി ഹോസ്റ്റായിരിക്കാൻ നിൽക്കുന്നത്,
കുട്ടി 4 മണിക്ക് ഏറ്റ് പഠിക്കുന്നു എന്ന് അറിയാവുന്ന പേരൻസ് കിലോമീറ്ററുകൾ 100 കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള പേരൻ്റ് ആ സമയത്ത് വീട്ടിലേക്കുകയാണ്, ഏറ്റിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഒരു ബലമാണ്, അവൻ്റെ ഒരു മെൻ്റൽ സപ്പോർട്ടാണ്. ഞാൻ 4 മണിക്ക് ഏറ്റ് പഠിക്കുമ്പോൾ എൻ്റെ അമ്മ കാസർഗോഡ് ഉണർന്നിരിപ്പുണ്ട് എനിക്ക് വേണ്ടി. അപ്പം അതൊക്കെ ഒരു വലിയൊരു ഘടകം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ആ കുട്ടിക്ക് ഒന്നും ഭയമില്ല. കാരണം എനിക്ക് സപ്പോർട്ടീവായിട്ട് ബ്രില്യൻ്റ് ഫാമിലിയുണ്ട്, എൻ്റെ പേരൻസ് എനിക്ക് വേണ്ടി പുറകിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇത് 3 കൂട്ടരും കൂടെ ചേരുമ്പോൾ മാത്രമേ ആവുന്നുള്ളൂ. അതുകൊണ്ട് ഓൺലൈനിന് യാതൊരു ദോഷവുമില്ല. എന്നാൽ ഓഫ്ലൈനിൽ വന്നാൽ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ കിട്ടും. അത് ഞാൻ തള്ളി പറയുന്നില്ല. ഡയറക്റ്റ് ഇൻട്രാക്ഷൻ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം എത്ര കൊടുത്താലും ഓൺലൈനിൽ കൊടുക്കുമ്പോൾ കിട്ടുന്നതിനേക്കാളും ഒരുപാട് ഏറ്റവും എക്സ്പീരിയൻസ് ആയ പ്രൊഫസേഴ്സിൻ്റെ കൺമുമ്പിൽ കണ്ടുകൊണ്ട്, മാത്രമല്ല ഞങ്ങളുടെ ക്ലാസ്സുകൾ 4 മണിക്ക് തീർന്നാൽ അവിടെ കൊണ്ട് തീരുന്നില്ല. ഞങ്ങളുടെ ആക്ടിവിറ്റീസ് രാത്രി റെഫറൻസ് ഫെസിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ 8 മണി വരെ 9 മണി വരെ കുട്ടികൾക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റും, ക്യാമ്പസിൽ വന്ന് പഠിക്കാൻ പറ്റും. സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് അവിടെയുണ്ട്, സമീപത്തുണ്ട്. ആരെങ്കിലും ഇറങ്ങി വന്നാൽ സംശയമായിട്ട് വന്നാൽ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉണ്ട്. ഇനി ഹോസ്റ്റലിൽ വേണമെങ്കിൽ അവിടെ ചെന്ന് സംശയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളെക്കാൾ കൂടുതൽ താല്പര്യത്തോടെ വർക്ക് ചെയ്യുന്ന പ്രൊഫസേഴ്സും അല്ലാത്ത ആൾക്കാരും സംശയങ്ങൾ തീർക്കാൻ വേണ്ടി വാട്സപ്പിലുള്ള ഗ്രൂപ്പുകൾ, ഡൗട്ട് ക്ലിയറൻസ് ഗ്രൂപ്പുകൾ, അവിടെ രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും ഏറ്റിരുന്ന ആൻസറുകൾ പറഞ്ഞു കൊടുക്കുന്ന ടീച്ചേഴ്സുണ്ട്. അപ്പം അത് കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നുകയാണ്, ഇവർ ഉറങ്ങാറില്ലേ? ശരിക്കും ഞങ്ങളുടെ പല പ്രൊഫസേഴ്സും അവർ ഉറക്കം മാറ്റി വെച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടി ഇത്രയും ഈ IIT 3 റാങ്ക് മേടിച്ച ആ കുട്ടിയെപ്പോലെ ഉള്ള കുട്ടിയുള്ളപ്പോൾ അവർക്ക് ഉറങ്ങാൻ തോന്നുന്നില്ല. കാരണം ഒരു സംശയം ഇട്ടാൽ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, ആൻസർ ഇടാൻ വേണ്ടി ടീച്ചേഴ്സ് മത്സരിക്കുകയാണ്. അപ്പം നല്ല ഒരുപാട് വളർച്ച അവർക്കും ഉണ്ടാകുന്നുണ്ട്. അവർ സാർ ഇപ്പം ഇവിടെ ചേർന്ന് കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാമിന് ചേർന്ന് കഴിഞ്ഞാൽ 40 പേർക്ക് അല്ലെങ്കിൽ 50 പേരുടെ ഒരു ബാച്ചിൽ ഒരു ക്ലാസ് മെൻറ്റർ, ഒരു കുട്ടിയെ ഇൻഡിവിജ്വലായിട്ട് എല്ലാ കാര്യങ്ങളിലും സഹായിക്കാനായിട്ടൊരു ക്ലാസ് ടീച്ചർ, ആ ക്ലാസ് ടീച്ചർമാർ ചേരുമ്പം അവരെ സഹായിക്കാനായിട്ടൊരു കോർഡിനേറ്റർ, ആ കോർഡിനേറ്ററെ സഹായിക്കാനായിട്ട് ഒരു ഡയറക്ടർ, അങ്ങനെ ബ്രില്യൻറ്റിൻ്റെ ഒരു പ്രൊഫഷണലിസം, നമ്മൾ ആദ്യം സംസാരിച്ചൊരു പ്രൊഫഷണലിസം, ഇതിൽ ക്ലാസ് മെൻറ്ററിൽ നിന്ന് തുടങ്ങുന്നതാണത്. ഒരു ക്ലാസ് ടീച്ചേഴ്സ് ഒരു കുട്ടിയുടെ വിജയത്തിൽ എത്രമാത്രം നിർണായക സ്വാധീനം ചെലുത്തുന്നു? ശരിക്കും ഏറ്റവും നിർണായകമായ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് റോള് ക്ലാസ് ടീച്ചർക്ക് തന്നെയാണ്. നല്ല എക്സ്പീരിയൻസ് ആയ ക്ലാസ് ടീച്ചറോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പുതിയ ആളാണെങ്കിൽ പോലും ബാക്കിയുള്ളവർ ചെയ്യുന്ന കണ്ട് പഠിക്കുന്നു. കാരണം ഒരു 50 പേർക്കോ 60 പേർക്കോ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് ആ കുട്ടിയുമായിട്ട് റിലേറ്റഡ് ആയ അത് തന്നെയാണ്. അപ്പം അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകാനും എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തി അതിനുള്ള പരിഹാരം കാണാനും ഒക്കെ. ഇനി അവരെക്കൂടെ പറ്റാത്തൊരു കാര്യം വരുമ്പോൾ അവർ കോർഡിനേറ്ററെ സമീപിക്കുന്നു. കോർഡിനേറ്റർക്ക് കൂടുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തികമായ സഹായമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ ഡയറക്ടർ വരുന്നു. അപ്പം അങ്ങനെ ഒരു നെറ്റ്വർക്ക് തന്നെയാണത്. അപ്പം ക്ലാസ് ടീച്ചർമാരാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ ഏറ്റവും ഡയറക്റ്റായിട്ട് അവരെ കൈപിടിച്ച് റിസൾട്ടിലേക്ക് എത്തിക്കുന്നതിൻ്റെ മുഖ്യ റോൾ അവർക്ക് തന്നെയാണ്. അതിന് നമുക്ക് എത്ര വിലമതിച്ചാലും മതിയാകുന്നില്ല. ഒരുപക്ഷെ ഡയറക്ടർമാരെക്കാൾ കൂടുതൽ കുട്ടികൾക്ക് ഓർത്തിരിക്കുന്നത് ക്ലാസ് ടീച്ചർമാരെയാണ്. പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയാറുണ്ട് അന്നത്തെ ക്ലാസ് ടീച്ചർ. അപ്പം അവരുടെ സേവനം ഭയങ്കര വലുത് തന്നെയാണത്. ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണെങ്കിൽ, ഞാൻ വന്നൊരു 2000 കാലഘട്ടത്തിൽ മുതൽ ഒരു എൻട്രൻസിന് ഒരു കുട്ടിയെ തയ്യാറെടുക്കുക എന്നുള്ളതിന് അവിടെ കൊണ്ട് തീരുന്നില്ല ബ്രില്യൻറ്റിൻ്റെ ഉത്തരവാദിത്തം. ആ കുട്ടിയുടെ റിസർവേഷൻ അനുസരിച്ച്, ആ കുട്ടി കിട്ടിയിരിക്കുന്ന റാങ്കിനനുസരിച്ചൊക്കെ ഏത് കോളേജിൽ പ്രവേശനത്തിന് കിട്ടും, ആ കോളേജിൽ എത്തിക്കുക എന്നുള്ളത് കൂടി ബ്രില്യൻ്റ് ഒരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കുന്നില്ലേ? ശരിക്കും നമുക്കൊരു കുട്ടിയെ ചേർക്കുന്നതോടെ പേരൻറ്റിൻ്റെ ആ ലൈനിലെ ഉത്തരവാദിത്വം കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളത് ഏറ്റെടുക്കുകയാണ്. അവരെ പരീക്ഷകൾ നടത്തി, ക്ലാസ് എടുത്ത് പരീക്ഷകൾ നടത്തി അവരെ മത്സരിപ്പിച്ച് റിസൾട്ട് എത്തിക്കുക. അതിനു മുമ്പ് തന്നെ അവരോട് വിവിധ സാധ്യതകളെപ്പറ്റി, ഏതെല്ലാം കോഴ്സുണ്ട്, ഏതെല്ലാം സ്ഥാപനങ്ങളുണ്ട്, എവിടെയെല്ലാം ചെല്ലാൻ പറ്റും, എങ്ങനെ അപ്ലൈ ചെയ്യണം, ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ അപ്പോൾ തന്നെ അതിൻ്റെ വിവരങ്ങൾ, അതിൻ്റെ പ്രസക്തമായ വിവരങ്ങൾ പേരൻസിന് കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞിരിക്കും, പ്രിൻ്റ് ഔട്ട് കൊടുത്തു കഴിഞ്ഞിരിക്കും. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങളുടെ ടീച്ചേഴ്സ്, ഞങ്ങളുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ വേണ്ട ഡയറക്ഷൻ, അപ്പം പരീക്ഷകൾ എഴുതുന്ന കാര്യം, ആപ്ലിക്കേഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ, അലോട്ട്മെൻറ്റ് പ്രോസസ്സ്,
ശിവൻ സാറൊക്കെ എപ്പോൾ നമ്മൾ നോക്കിയാൽ ഞങ്ങൾ അതിശയിക്കുകയാണ് ഇങ്ങനെ പേരൻസിനോട് ഇത്രയും ക്ഷമയോടെ സംസാരിക്കുന്നത്. അപ്പോൾ അവരുടെ ഏത് സംശയങ്ങളും അവരുടെയൊക്കെയുള്ള യൂട്യൂബിലൂടെയുള്ള ഞങ്ങളുടെ ഇൻട്രാക്റ്റീവ് സെഷൻസ് ഉണ്ട്. അപ്പം ഒരു ആപ്ലിക്കേഷൻ പിടിച്ചാൽ ഒരു 5-6 വീഡിയോസ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഓരോ ഘട്ടങ്ങൾ എങ്ങനെ കടന്നു പോകാം അതിന് വേണ്ട എല്ലാ ഉത്തരങ്ങളും ആ വീഡിയോസിലും ഉണ്ടായിരിക്കും. പിന്നെ വിളിച്ച് ചോദിക്കാം, ഒരു ഇഷ്യൂ ഉണ്ടായാൽ റിസർവേഷൻ സംബന്ധിച്ചോ അല്ലെങ്കിൽ അഡ്മിഷൻ സംബന്ധിച്ചോ ഒരു ഇഷ്യൂ ഉണ്ടായാൽ എന്ത് ചെയ്യണം, വേണ്ട എല്ലാവിധ സഹായങ്ങളും അത് നമ്മുടെ ശിവൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഒരു ടീം ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. പേരൻസിന് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ആശ്വാസമാണ്. ഇവരെ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ക്യാമ്പസിൽ പോയി ജോയിൻ ചെയ്യുന്നോടം വരെയുള്ള സകല ഡയറക്ഷൻസ് നൽകാൻ വേണ്ട സപ്പോർട്ട് ഞങ്ങളുടെ ടീം ബ്രില്യൻ ഫാമിലിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അത് പേരൻസ് ഭയങ്കരമായ ഒരു ആശ്വാസമാണ്. സാർ, എനിക്ക് തോന്നുന്നു നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. അക്കാഡമിക് നിലവാരത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു കുട്ടി ഇന്ന് അനേകം സാധ്യതകൾ അവന് മുമ്പിലുണ്ട്. എന്തിന് ബ്രില്യൻറ്റ് സെലക്ട് ചെയ്യണം? എൻട്രൻസ് ശരിക്കും കോമ്പറ്റീറ്റീവാണ്. അവിടെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള കഴിവുണ്ടെങ്കിലും അത് എത്രമാത്രം ഡെവലപ്ഡ് ആകുമോ അതനുസരിച്ച് അവന് ഇപ്പം നമുക്ക് എൻജിനീയറിംഗ് ചേരുമ്പോൾ എത്രയോ തലങ്ങളുള്ള കോളേജുകളുണ്ട്. ഗവൺമെൻറ് കോളേജ്, സെൽഫ് ഫിനാൻസിങ്, NITs, IITs, IIIT, മാത്തമാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, IITs, ഇങ്ങനെ വിവിധങ്ങളായ സ്ഥാപനങ്ങളുള്ളൂ. അതിനകത്ത് ഏറ്റവും അവന് കംഫർട്ടബിളായ സ്ഥലം, അവനെ ഞങ്ങൾ IIT ചേരണം തന്നെ നിർബന്ധിക്കാറില്ല. അവന് ഒരു ചെന്നൈ മാത്തമാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നല്ലതെങ്കിൽ അവിടെ പോകും. അപ്പം അവർക്ക് വേണ്ട ഓറിയൻറ്റേഷൻ കൊടുക്കുക. വിവിധ കോഴ്സ്, ഇപ്പം പിന്നെ ഫാഷൻ ഡിസൈൻസ് അങ്ങനെ മേഖലയിൽ കഴിവുള്ള ആൾക്കാർക്ക് IIT അങ്ങോട്ട് മാറാം. അപ്പം അതിനുള്ള ഓറിയൻറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം അല്ലാതെ എല്ലാവരെയും IITയിലേക്ക് പോക്കോ എന്ന് ഞങ്ങൾ പറയാറില്ല. അപ്പം അതിനുള്ള എല്ലാവിധ ഓറിയൻറ്റേഷൻ ഞങ്ങൾ ഈ ടീം കൊടുക്കുന്നുണ്ട്. അതും തീർച്ചയായും നല്ലതാണ്. ബ്രില്യൻറ്റിൽ ചേർന്നാൽ അവൻ്റെ കഴിവിനനുസരിച്ച് അവൻ്റെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചുള്ള സ്ഥാപനം കണ്ടെത്തി അവന് പോകാനുള്ള വേണ്ട അഡ്വൈസ് ഞങ്ങൾ കൊടുക്കാം. എനിക്ക് തോന്നുന്നു മലയാളികളിൽ ഈ ഒരു മേഖലയിൽ ഇപ്പോൾ നമ്മുടെ മോട്ടോ തന്നെ ഒരു തന്നെ പരസ്യം വാചകം തന്നെ ഒന്നാമനാകാൻ ഒന്നാമനോടൊപ്പം എന്നുള്ളതാണ്. അതായത് അക്കാഡമിക്കിൽ ഒരു നിലവാരം ഒരേ സ്ഥിര നിലവാരം പുലർത്തുന്നവരോടൊപ്പം തന്നെ കോമ്പറ്റ് ചെയ്യുന്നത് അവർക്കതൊരു വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും അല്ലേ. അവരെവിടെ നിൽക്കുന്നു, ഇനി എത്രത്തോളം മുന്നേറണം എന്നറിയാൻ ആ ഒരു തിരിച്ചറിവുണ്ടാകാൻ എനിക്ക് തോന്നുന്നു ബ്രില്യൻറ്റിൽ ചേരുന്ന ഒത്തിരി ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും തന്നെയാണ്. കാരണം അവൻ്റെ ലെവലിലുള്ള ഒരുപാട് പേരോട് മത്സരിക്കാൻ സാധിക്കുന്നു. അപ്പം തോമസ് ബിജുവിന് ഒപ്പം മത്സരിക്കാൻ ആളുണ്ടായത് കൊണ്ടാണ് അദ്ദേഹം 3ാം റാങ്കിൽ എത്തുന്നത്. മിടുക്കനാണ്. ഒപ്പം അവന് കോമ്പീറ്റ് ചെയ്യാൻ ഒപ്പം നല്ല ആളുകളുണ്ടാകും. അപ്പം തീർച്ചയായും മത്സരിക്കാൻ ആളില്ലെങ്കിൽ ആരും അവരുടെ യഥാർത്ഥ കഴിവ് പുറത്ത് വരികയില്ല. അപ്പോൾ ഏത് അത്ലറ്റിക്സ് എടുത്താലും പിന്നെ ഗെയിംസ് എടുത്താലും മത്സരിക്കാൻ ഒപ്പം ആളുണ്ടെങ്കിലേ കൂടുതൽ അവരിലേക്ക് ആവേശം വരികയുള്ളൂ. അപ്പം ഇവിടെ അത് തന്നെയാണ്, കോമ്പറ്റീഷനാണ്, എൻട്രൻസ് മത്സരം തന്നെയാണ്. അവിടെ മത്സരത്തിൻ്റെ സ്പിരിറ്റിലൂടെ അവൻ്റെ കഴിവിനപ്പുറത്ത് അവനെ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുള്ളതാണ്. അടുത്ത വർഷത്തെ പ്രൊഫഷണൽ കോഴ്സുകളിലോട്ടുള്ള അഡ്മിഷൻ അത് മെഡിക്കൽ ആവാം, നീറ്റിലൂടെ മെഡിക്കൽ പ്രവേശനമാകാം, JEE മെയിൻ ആകാം, JEE അഡ്വാൻസ്ഡ് ആകാം. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഏതാണെങ്കിലും ബ്രില്യൻ ടീം കൂടെ ഉണ്ടായിരിക്കും. സ്റ്റീഫൻ സാർ നമ്മളോട് പങ്കുവെച്ച ഓരോ വാക്കുകളിലൂടെയും നമുക്ക് വ്യക്തമാകുന്നത് ബ്രില്യൻറ്റിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തി അക്കാഡമിക് നിലവാരം ഉന്നത നിലവാരം പുറത്തുന്ന ഒരു വ്യക്തിക്ക് ഡൈവേർട്ട് ആകപ്പെടേണ്ട ഒരു സാഹചര്യവും ഇവിടെ ഇല്ല. അയാൾക്ക് ആ ലക്ഷ്യത്തിലോട്ട് എത്താൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് എൻ്റെയർ ബ്രില്യൻ ടീം ഇന്ന് നമ്മൾ ഈ ചർച്ചയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഒന്നും വേർതിരിവില്ലാതെ അക്കാഡമിക് നിലവാരം കൊണ്ട് തന്നെ നമുക്ക് ബ്രില്യൻറ്റിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മിഴിവേക്കാൻ സാധിക്കും. സാർ, ഒത്തിരി നന്ദി. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.